ഹലോ, അസ്സലാമു അലൈക്കും. ലൈലാഷറും വയനാട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. മുത്തുമണികളെ, ഞാൻ ഇന്നലെ ചക്ക കൊണ്ടൊരു പ്ലേറ്റപ്പ് ഉണ്ടാക്കി. മറ്റേ വരിക്കച്ചക്ക, വരിക്കച്ചക്ക എന്നല്ലേ പറയുക. അവർ ഇതുപോലെ ആവുന്ന ചക്ക കമൻറ്റ് ചെയ്യും കേട്ടോ. എനിക്കറിയത്തില്ലെങ്കിലും ചക്കയൊക്കെ തിന്നും, പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. അപ്പോൾ ചക്ക ഉണ്ടാക്കി. പഴഞ്ചക്ക ഈ വരിക്കച്ചക്കര പഴഞ്ചക്ക, ഓക്കെ, പഴഞ്ചക്ക. ചക്ക എന്താക്കി പൊളിച്ച് നന്നായി പഴുത്തുണ്ടായിരുന്നു. പഴുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരവസ്ഥയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഒന്ന് എടുത്ത് തിന്നാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ ഇതടിച്ചിട്ട് മിക്സിയിൽ അടിച്ചതിന് ശേഷം നമുക്ക് പ്ലേറ്റപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഗോതമ്പ് ഇട്ട് കൊടുത്താക്കി. എന്നിട്ട് എന്താ വേഗമായിരിക്കും എന്ന് വെച്ച് വെന്ത കോലാടുപ്പ് ഇങ്ങനെ. അപ്പോൾ അത് പായസം പോലെ ആയി കിട്ടി. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്താ ചെയ്ത് കളയാൻ പറ്റില്ലല്ലോ, അല്പം പഞ്ചസാര ഇച്ചിരി പാലൊക്കെ കൂട്ടിച്ച് ഉണ്ടാക്കിയതാണ്. തിന്നാൻ നല്ല രുചി, പായസം തന്നെ അടിപൊളി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതുകൊണ്ട് ഞാൻ ഒരു അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മുത്തുമണികളെ, വരും നമുക്ക് നോക്കാം. ഓക്കെ, കമൻറ്റ് ചെയ്യൂ കേട്ടോ, ലൈക്ക് ചെയ്യൂ. ഞാൻ അല്പം ഗോതമ്പിട്ട് ഇതൊന്ന് അരിച്ചെടുക്കട്ടെ. എന്നിട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല, നോക്കാം. ഞാൻ നമ്മുടെ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ആട്ടപ്പൊടി കൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ പ്ലേറ്റപ്പം ഉണ്ടാക്കാൻ വേണ്ടി ചക്കൻ്റെ അതെല്ലാം കൂടി ഇങ്ങനെ ആക്കി കുറച്ച് അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗോതമ്പ്. വീണ്ടും കുറച്ച് തികയാതെ വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നൊരു പുതിയ പാക്കറ്റ്. അപ്പോൾ അത് വീണ്ടും ഞാൻ അരിച്ച് ചേർത്ത് നോക്കട്ടെ. ഓക്കെ, ഈ പരുവത്തിലായി. ഓക്കെ, ഇനി കുറച്ചും കൂടി ചക്ക ഉണ്ട്, അതുകൂടി ചേർക്കട്ടെ. എന്താ വെച്ചാൽ പ്ലേറ്റപ്പം എല്ലാം കൂടി ഇങ്ങനെ ആക്കി. ഇനി എന്ത് സംഭവിക്കും നോക്കാം, കാണാം മുത്തുമണികളെ. ഈ പരുവത്തിലാക്കി ഞാൻ എടുത്തിട്ടുണ്ട് മുത്തുമണികളെ. ആ പ്ലേറ്റപ്പം വെള്ളം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം വെള്ളമൊക്കെ മേലെ ഊറി കിടക്കണ്ടായിരുന്നു. അത് കുറ്റിക്കളഞ്ഞ് ഈ ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്ത് ഈ പരുവത്തിലാക്കി ഇനി വാഴൻ്റെ ഇലയിൽ പരത്തിയിട്ട് ഓക്കെ കുറച്ച് അതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കട്ടെ. ഓക്കെ, അട ഉണ്ടാക്കാൻ വേണ്ടി ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി തേങ്ങ ചിരിച്ച് നിൽക്കുന്നു. നമുക്ക് അടയുണ്ടാക്കാം. വരും മുത്തുമണികളെ. ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി എൻ്റെ കയ്യിലുള്ള 2 അച്ച് വെല്ലം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത്. ഓക്കെ, ഇന്നലെ ചക്കയുടെ പൾപ്പ് എടുത്ത് മിക്സിയിൽ അടിച്ചതാണിത് കാണുന്നത്. അപ്പോൾ അത് അല്പം ഇട്ട് കൊടുക്കട്ടെ. ചക്കയുടെ പൾപ്പ് ഇട്ട് കൊടുത്തു. ഓക്കെ, ചക്കയുടെ പൾപ്പ് ഇട്ട് കൊടുത്തു. ഇനി മെൽറ്റായി വന്നു. വെല്ലം ഇട്ട് കൊടുത്തു. 2 അച്ച് വെല്ലം ഉണ്ടായി, ഉള്ളത് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ചക്കയുടെ പൾപ്പ് ഇട്ട് കൊടുത്തു. ഇനി തേങ്ങ ഇട്ട് കൊടുക്കട്ടെ. വീഡിയോസ് രണ്ടും കൂടി ആവുന്നില്ല മുത്തുമണികളെ. ഏലക്കായും അല്പം പഞ്ചസാരയും കുറച്ച് വെള്ളം കുറച്ച് കുറഞ്ഞുകൊണ്ട് പിന്നെ തേങ്ങ. ഓക്കെ, ഇനി ഫില്ലിങ് തയ്യാറാക്കട്ടെ. അല്പം നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തുമണികളെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചക്ക അട ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഓക്കെ, ചക്ക അട മാവ് തയ്യാറായി, ഫില്ലിങ് തയ്യാറായി, വാഴ ഇല തയ്യാറായി. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്ത് വേണമെങ്കിലും കൂട്ടാട്ടോ. ഓക്കെ, അടിപൊളി സൂപ്പറായിട്ടുണ്ട്. ഇനി ഇത് മടക്കിയിട്ട് വാഴൻ്റെ ഇലയൊക്കെ വിരിച്ചു കൊടുത്തു. ഓക്കെ.